ഏവർക്കും നമസ്കാരം. റിപ്പോർട്ടർ മേക്കിംഗ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ടാൽ ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കോ ഫൗണ്ടറുമായ മിസ്റ്റർ സഫീർ നജ്മുദ്ദീൻ, ഒപ്പം ലൈഫോളജിയുടെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ ശ്രീ രാഹുൽ ഈശ്വർ. ഈശ്വർ സർ, ഇപ്പോൾ ലൈഫോളജിയും ടാൽ ഗ്രൂപ്പ് പോലൊരു വലിയ വിഷനും മിഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ കേരളത്തിൽ ഒന്നും നടക്കില്ല, കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സാധ്യതകളില്ല എന്നൊരു വലിയൊരു ആക്ഷേപം പലരും പറയാറുണ്ട്. ഇവിടെ നിന്ന് 16 കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വേണ്ടിയിട്ടും പാർട്ട് ടൈം ജോബിനും ഉയർന്ന നിലവാരമുള്ള ജീവിതം ലഭിക്കുവാനും ശമ്പളത്തിനൊക്കെ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ഡ്രെയിൻ ഇവിടെ നിന്ന് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം? നമുക്ക് വേണമെങ്കിൽ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതിനെ കുറിച്ച് നെഗറ്റീവ് പറയാം. അവർ പിന്തിരിപ്പന്മാരാണ്, അവർ പോസിറ്റീവ് അല്ല. പക്ഷെ അങ്ങനല്ല. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയോണ്ടായിരിക്കും ഇത് പറയുന്നത്. അവർ വളരെ പ്രതീക്ഷയോടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കും പറയുന്നത്. നമ്മൾ കുറെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ എതിര് പറയുന്നവരെല്ലാം ശക്തമായി കൂടെ നിൽക്കും. നമ്മുടെ എല്ലാ എക്സ്പീരിയൻസ് നോക്കിയാൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഡയാനയ്ക്കും എനിക്കും സഫീറിനും എല്ലാം, അല്ലെങ്കിൽ കാണുന്നവർക്ക് എല്ലാം സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചർ കാണും, ഭയങ്കരമാണ് നമ്മളെ വഴക്ക് പറയും, കുറ്റം പറയും. പക്ഷെ അവസാനം ജയിക്കുമ്പോൾ ടീച്ചർ ഞാൻ പഠിപ്പിച്ച കുട്ടിയാ എന്ന് സ്ഥിരം പറയും. ഈ കുങ്ഫു പാണ്ട എന്ന സിനിമയിൽ മറ്റേ ഏറ്റവും ഭയങ്കര കുങ്ഫു പാണ്ട ഒരു എഡ്യൂക്കേഷണൽ മൂവിയാണ്. നേരത്തെ നമ്മൾ സ്പടികം പറഞ്ഞ പോലെ കുങ്ഫു പാണ്ടയിൽ ഇവന്റെ അച്ഛൻ ഇവനെ ഒരു കാരണവശാലും കുങ്ഫു നയിക്കില്ല. അവസാനം കുങ്ഫുവിൽ വിജയിച്ചു വരുമ്പോൾ അച്ഛൻ മോനെ ചേർത്ത് പിടിച്ച് ചെറിയ പ്രായത്തിൽ അവനോട് പറയായിരുന്നു കുങ്ഫുവിന് പോകണം, എന്നാലും നീ നന്നാവും. അപ്പം ഒരുപക്ഷെ അവരുടെ വിഷമം കൊണ്ടായിരിക്കാം, അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കൊണ്ടായിരിക്കാം. പലപ്പോഴും ഈ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നതിന്റെ റീസൺസിൽ ഒന്ന് ഉള്ളിലെ വിഷമവും നമുക്കുണ്ടായ ഫെയിലിയറും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പല വിശുദ്ധ ഗ്രന്ഥങ്ങളും കോട്ട് ചെയ്ത് പറയാറുണ്ട്, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത്. അതായത് തിന്മയെ നമ്മൾ നന്മ കൊണ്ട് എതിർക്കുക, നെഗറ്റീവിനെ പോസിറ്റീവ്. ഇങ്ങനെ പറയുന്നതിനോട് പറയുക, ഒരുപക്ഷെ നമ്മുടെ സ്റ്റേറ്റിനും മറ്റും മുമ്പ് ഇങ്ങനെ ഉണ്ടായി കാണാം, അങ്ങയുടെ വിഷമകരമായ അനുഭവമായിരിക്കാം. ഐ എംപത്തൈസ് വിത്ത് യു, ഐ എം വിത്ത് യു, ബട്ട് വി ഷുഡ് ട്രൈ ടുഗദർ ടു ഗോ ഇറ്റ് ഫോർവേഡ്. കേരളത്തിൻ്റെ ആൾക്കാരുടെ നെഗറ്റിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവാണ്. കേരളത്തിൽ പലരും നെഗറ്റീവാണ്, കേരളമേ നെഗറ്റീവാണ്, ഈ പറയുന്നവരും നെഗറ്റീവാണ് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഇവനെ നെഗറ്റീവ് പറയുകയല്ല, പക്ഷേ അവരുടെ വിഷമമായിരിക്കാം, അവരുടെ മോശം എക്സ്പീരിയൻസ് ആയിരിക്കാം, അവർക്ക് കിട്ടിയ നെഗറ്റീവ് റിയാക്ഷൻ ഫ്രം ദി ഗ്രൗണ്ട് ആയിരിക്കാം. നമ്മൾ മലയാളികൾ പൊളിയാണ്, മലയാളികൾ സൂപ്പറാണ്, ചന്ദ്രന് ചെന്നാൽ പോലും മലയാളികളുണ്ട്. എന്നാൽ നമുക്ക് ചില ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ ഞണ്ട് സൈക്കോളജി എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കി നമ്മളെ തന്നെ പറയാം. അതായത് 3 ഞണ്ടുകൾ, അതാണ് കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും ഫേമസ് ആയ കഥ. അതായത് കേരളം, USA, UK എന്ന് പറയുന്ന 3 രാജ്യങ്ങളിലെ ഞണ്ടുകളെ ഒരാൾ കപ്പലിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ 2 അടപ്പേ അവർക്കുള്ളൂ. അപ്പോൾ അവിടുത്തെ കപ്പിത്താൻ പറഞ്ഞു വന്ന് US-ന്റെയും UK-യുടെയും ഞണ്ടുകൾക്ക് ഇട്ടാൽ മതി, കേരളത്തിൻ്റെ ബോക്സിൽ ഞണ്ടിന്റെ അടപ്പിടണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു അതെന്താ അങ്ങനെ? കുഴപ്പമില്ല, ഒരു ഞണ്ട് മേളിലോട്ട് കയറുമ്പോൾ ബാക്കി ഞണ്ടുകൾ താഴെ പിടിച്ചിട്ടോളും, അതുകൊണ്ട് കേരളത്തിലെ ഞണ്ടുകൾ ഒരിക്കലും ഈ മഗ്ഗിൽ നിന്ന് വെളിയിറങ്ങി പോവില്ല. അതായത് ഒരുത്തൻ കയറുന്നത് വേറൊരുത്തന് നന്നാവില്ല എന്നാണ്. പക്ഷെ ഈ സ്റ്റോറി അല്ല നമ്മൾ പറയേണ്ടത്. പകരം നമ്മൾ പറയേണ്ടത് ബാക്കി എല്ലാ രാജ്യക്കാരും, ഇപ്പം നമ്മൾ തന്നെ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പോവുക, മലയാളിക്ക് ഭയങ്കര രസവും യൂണിറ്റി അല്ലേ. മിഡിൽ ഈസ്റ്റിൽ പോയാൽ കേൾക്കാൻ കഴിയുന്ന, നിങ്ങൾ അവിടുത്തെ FM കേട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ സബ് പഞ്ചായത്തിന്റെ ഗ്രൂപ്പ് വരെ അവിടെ ഉണ്ട്. എല്ലാ കേട്ടുകാണോ? അവിടുത്തെ ഫുട്ബോൾ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ്. നമ്മൾ മലയാളികൾ പൊളിയാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ലിമിറ്റേഷൻസ് നമുക്ക് വന്നതാണ്. അതിനെ കുറ്റം പറയുകയല്ല, നമുക്കിതിനെ ഓവർകം ചെയ്യണം. മലയാളിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്, നമ്മുടെ ഒരു ഐഡന്റിറ്റി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളെ നമ്മുടെ സംസ്കാരം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസിറ്റിവിറ്റിയിൽ ഈ പറയുന്നവരോടും എനിക്കുള്ള റിക്വസ്റ്റ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് അസ്. ഇന്ന് കോർപ്പറേറ്റ് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഫീഡ്ബാക്ക് എന്ന് പോലും അല്ല. പണ്ട് നമ്മൾ പറയും ക്രിറ്റിസിസം കൊടുക്കരുത്, ഫീഡ്ബാക്ക് കൊടുക്കണമെന്ന്. ഇന്ന് പറയുന്നത് ഫീഡ്ബാക്ക് അല്ല, ഫീഡ് ഫോർവേഡ് ആണ് തരേണ്ടത്. ഫീഡ്ബാക്ക് അല്ല, ഫീഡ് ഫോർവേഡ്. ഇന്ന് കോർപ്പറേറ്റ്സിലൊക്കെ അങ്ങനെ യൂസേജ് തന്നെയുണ്ട്, ഫീഡ് ഫോർവേഡ്. അപ്പോൾ തരിക, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളടക്കമുള്ള ഇനീഷ്യേറ്റീവ്സിൽ പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ, ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ പറയുക. ദാറ്റ് ബി വാല്യുബിൾ ഇൻപുട്ട് ആൻഡ് ലെറ്റ് us try together to make the Kerala dream, Kerala idea into a big one. അമേരിക്കയിൽ അമേരിക്കൻ ഡ്രീം എന്നാ പറയുന്നത്. അതേപോലെ നമുക്കൊരു കേരള ഡ്രീം വേണം, സോ ദാറ്റ് കേരള ക്യാൻ ബിക്കം കാലിഫോർണിയ ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഓർ ഇൻ 2 decades ahead. കേരളത്തിൽ നിന്നും ഇത്രയധികം യൂത്ത് ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തേടി പോകുന്നതിന്റെ ഒരു കാരണം എന്താ? ഒന്ന്, ജോലിയില്ല. 2, വേൾഡ് ക്ലാസ് അവസരങ്ങൾ ഇവിടില്ല, വേൾഡ് ക്ലാസ് വിദ്യാഭ്യാസമില്ല. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. എനിക്കൊന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ചിലടക്കം പലതും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ അരുണൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. 11 ലക്ഷം കോടിയോ എത്രയോ ലക്ഷം കോടി, കൃത്യം ഫിഗേഴ്സ് ഞാൻ മറന്നുപോയി, അത്രയും കോടി നമ്മുടെ ആൾക്കാർ കടമെടുത്താണ് പോകുന്നത്. അതായത് വിദേശത്ത് പഠിക്കാൻ പോകണമെങ്കിൽ അവിടുത്തെ ഇപ്പൊ MBA പഠിക്കാൻ പോകുന്നു. ഇത്രയും കാശ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യാണ്. ഇതിന്റെ പലിശ അടച്ചു തീരാൻ എത്ര വർഷങ്ങൾ എടുക്കും? അപ്പൊ നമ്മൾ എന്നിട്ട് അവിടെ പ്രോപ്പർ ജോലിയും മറ്റും കിട്ടിയില്ലെങ്കിൽ വലിയ തകർച്ചയാണ്. ഈ കാനഡയിലടക്കം വിദേശത്തേക്ക് പോകുന്നതിന്റെ പോസിറ്റീവ് വശങ്ങളെ കാണുന്നുള്ളൂ, വിജയിച്ചവരുടെ കഥയെ കാണുന്നുള്ളൂ. ഈ സിനിമാ രംഗത്ത് പോലെയാണ്, വിജയിച്ചാൽ ഗംഭീരമാണ്,
പക്ഷെ വിജയിക്കാത്ത 10,000 പേരിൽ ഒരാളാണ് ജയിക്കുന്നത്. ഇതേപോലെ വിദേശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പേരിൽ ശരിയാണ് 10-20% 30% രക്ഷപ്പെടുമായിരിക്കും. കാര്യം അവിടെ ബെറ്റർ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ നാട് നമുക്ക് ഇവിടെ നിന്ന് നന്നാക്കാം. ഈ നാടിന് ബാക്കി ഒരു സ്ഥലങ്ങളിലും ഇല്ലാത്ത നല്ല പ്രകൃതി വിഭവങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, വലിയൊരു ഹിസ്റ്ററി ലെഗസി ഉണ്ട്. സോ ഇറ്റ് ഈസ് അപ് ടു അസ് റാദർ ദാൻ ബീങ് നെഗറ്റീവ്. പ്ലീസ് ഫോക്കസ് ടുവേർഡ്സ് പോസിറ്റീവ്. ജോലിയാകാം, കൃത്യം 3 കാര്യങ്ങളാണ്: എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഓൺട്രപ്രണർഷിപ്പ്. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, എംപ്ലോയ്മെന്റ് തൊഴിൽ അല്ലെങ്കിൽ കരിയർ, ഓൺട്രപ്രണർഷിപ്പ് സംരംഭകത്വം. ഈ 3 കാര്യങ്ങൾ ചേർന്നാൽ ഈ നെഗറ്റീവ് പറയുന്നവരോട് നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ അവരുടെ നെഗറ്റിവിറ്റി ഇല്ലാതെ ഇത് പോസിറ്റീവ് ആവും. താങ്ക് യു സർ. നമ്മുടെ നാട്ടിൽ ഉയർന്ന ശമ്പളം ഉണ്ടെങ്കിൽ, നല്ല നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡ്രെയിൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ലേ? സത്യമല്ലേ സർ? അതെ അതെ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ SSLCയുടെ ഡേറ്റയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റും CBSE ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും കുട്ടികളിലൂടെ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വർഷം ഇത്രയും പേർക്ക് ജോബ് വേണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കിയാൽ നമ്മുടെ IT പാർക്കുകളെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം ജോബ് അതാണ് ഉള്ളത്. അതിൽ തന്നെ വർഷാവർഷം ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് വളരെ കുറവാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോബ് ഒരു 40,000 ജോബൊക്കെ ആയിരിക്കാം വർഷാവർഷം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള ജോബ് ഇവിടെ വർഷം ക്രിയേറ്റ് ആകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ ഇവിടുന്ന് പോയേ പറ്റൂ എന്ന റിയാലിറ്റിയും ഉണ്ട്, നമ്മൾ സമ്മതിക്കേണ്ടി വരും. റിയാലിറ്റി നോക്കുമ്പോൾ, റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ കുറെ ആളുകൾ പോകണം ഇവിടുന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവർക്കും കൂടിയുള്ള ജോബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഓക്കെ, അപ്പൊ അത് 1 വർഷം കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ 5 വർഷം കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ 10 വർഷം കൊണ്ടായിരിക്കും? ആയിരിക്കില്ല. പകരം പക്ഷേ ഈ വിത്ത് നമ്മൾ ഇപ്പൊ ഇട്ടില്ല എങ്കിൽ, ഇനിഷ്യേറ്റീവ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇത് കൂടി 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 വരും. ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറേബ്യൻ നാടുകളിലേക്ക് പാലായനം ചെയ്തു. ഇപ്പൊ നമ്മൾ യൂറോപ്യൻ നാടുകളിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. നമുക്ക് 1ാം കിട പൗരനായിട്ട് ഇവിടെ മാത്രമേ ജീവിക്കത്തുള്ളൂ. വേറെ ഏത് രാജ്യത്ത് പോയാലും സത്യത്തിൽ നമ്മൾ 2ാം കിട പൗരന്മാർ തന്നെയാണ്. അപ്പൊ 1ാം കിട പൗരനായിട്ട് ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടാകണം. അതിന് നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എന്ത് ചെയ്യാൻ എടുക്കണം. ഓക്കെ, നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോകാം, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പോവാം, അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ. പക്ഷെ ഇവിടുത്തെ സാധ്യതകളെ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ പോകുമ്പോഴാണ് അവർക്ക് തിരിച്ചെപ്പോഴും ഇവിടെ വരാൻ പറ്റുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ആ നാട്ടിൽ നിന്ന് ഇങ്ങടേക്ക് വന്നാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അവർക്ക് അവിടെ വലിയ ബിസിനസ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നാട്ടിൽ തിരിച്ചു വന്നാൽ ഇവിടെ ബിസിനസ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ആ സർക്കംസ്റ്റൻസേ അവർക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും പ്രവാസികളായിട്ട് അവിടെ തന്നെ അവർക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ കണക്ട് ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം. ഒന്ന്, ഇവിടെ നിൽക്കുന്ന ആളുകൾ, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ, അവിടെ നിൽക്കുന്ന ആളുകൾ കറക്റ്റ് കണക്ട് ചെയ്യുന്ന സെന്ററായിട്ട് അവിടെ ഇവിടെയും കണക്ട് ചെയ്യുന്ന സംവിധാനം. അവിടെയാണ് ഇപ്പൊ ജർമ്മനിയിലെ ആളുകൾ, നമ്മുടെ മലയാളികൾ അവിടെ നിന്ന് ഇവിടുത്തെ കേരളത്തെ കണക്ട് ചെയ്ത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ടേക്ക്, അതായത് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അങ്ങോട്ടേക്കും അവിടുത്തെ ആളുകളെ ഇങ്ങോട്ടേക്കും ഒക്കെ എത്തിച്ചത് എന്തിനാ? ഒരു ഗ്ലോബൽ എക്കോണമി ആക്കി മാറ്റുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ വിമർശിക്കാൻ പോയാലും നടക്കില്ല. എല്ലാവരും ഇവിടെ നിൽക്കണം നമ്മൾ വാശി പിടിച്ചാൽ ഇപ്പൊ നടക്കില്ല. പക്ഷേ എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം 2040 എന്ന് പറഞ്ഞൊരു ടൈം ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഒരു 5 വർഷം കൊണ്ടൊന്നും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഒരു 20 വർഷത്തെ പ്രോജക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഒരു തലമുറയെ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഏത് നോക്കിയാലും ഇപ്പൊ സ്മാർട്ട് ഫോൺ ടെക്നോളജി ഒക്കെ 2010 എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്കറിയാം. ഒരു 10-15 വർഷം കൊണ്ട് വന്ന മാറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളൊരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് അതിനങ്ങ് തളർത്തിക്കളയുക എന്നുള്ളതല്ല. നടക്കൂല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അത് നടക്കാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് നടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സജീവ ചർച്ചകൾ വരണം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ്സ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന സംവിധാനമായി മാറുന്നുണ്ട്. അതൊക്കെ മാറിയിട്ട് കുറെ പോയിന്റ്, ഓക്കെ ഇന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഇത് നടക്കും, അപ്പൊ അതുണ്ടാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ ചർച്ചകളുള്ള സ്കൂളുകളിൽ അതൊരു സിലബസ് ആയി മാറണം. അത് ചർച്ചകളായിട്ട് വരണം, കോളേജുകളിൽ വരണം, നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇപ്പം ഇതാണ് റിയാലിറ്റി, എല്ലാവർക്കുള്ള ജോബ് കേരളത്തിലില്ല, കുറെ ആളുകൾ പോട്ടെ, അവർ ബെറ്റർ ആയിക്കോട്ടെ. പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ കഴിയണം? അവർക്ക് 1ാം കിട പൗരന്മാരായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയും കൂടെ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അബ്സല്യൂട്ട്ലി. ഒരു വരിയും കൂടെ ഇത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. ഫ്യൂച്ചർ ഈസ് നോട്ട് സംതിങ് വി എൻറ്റർ, ഫ്യൂച്ചർ ഈസ് സംതിങ് വി ക്രിയേറ്റ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു നമ്മൾ അവിടെ നടന്നു കയറുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലെ ടൈം മെഷീൻ കാണുന്ന പോലെ ടൈം മെഷീനിൽ കയറി ഫ്യൂച്ചറിലോട്ട് പോവുകയും തിരിച്ചു വരികയല്ല. ഫ്യൂച്ചർ ഈസ് സംതിങ് വി ക്രിയേറ്റ് ബൈ ആക്ഷൻസ് വി ഡു ടുഡേ.
അതായത് ഭാവി എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് എവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിനിൽ പോകുന്ന പോലെ ഭാവിയിലോട്ട് പോവല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നാളെ ഉണ്ടായി വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഭാവി എന്ന് പറയുന്നത്. ഈ റിയലൈസേഷൻ പലപ്പോഴും ഇല്ല. പറഞ്ഞതുപോലെ ഈ ഗ്ലോബൽ എക്കോണമിയാണ്. നമ്മളെ കുറിച്ച് മാത്രമല്ല, നമ്മൾ നന്നാവണം, കൂടുതൽ നന്നാവണം, നാട് നന്നാവണം, ലോകം നന്നാവണം, നമ്മൾ ചെല്ലുന്ന സ്ഥലം നന്നാവണം. ഇപ്പൊ ജർമ്മനിയും നന്നാവണം. കാര്യം ഇല്ലെങ്കിൽ ജർമ്മനി നിൽക്കുന്ന മലയാളികൾക്ക് ദോഷമല്ലേ ഉണ്ടാകുക. കാനഡയിൽ ഇടയ്ക്ക് കുറച്ച് ആക്രമണങ്ങളൊക്കെ, വംശീയ ആക്രമണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ അവിടെ നഷ്ടം. കാനഡയും ബെറ്റർ ആവണം. കാനഡ ബെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് അവിടെ വാല്യൂ, ഒരു മൂല്യം എന്ന് പറയുന്ന കാര്യം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെ ലോകം മുഴുവൻ നന്നാവണം എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് ഉണ്ടാകണം. കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്? ഈ നമുക്കും സെൽഫ് ഇൻട്രസ്റ്റ് കാണും, നമുക്ക് ഒരു വേൾഡ് ഇൻട്രസ്റ്റ് കാണും. അപ്പൊ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിന് IT വലിയ പോസിബിലിറ്റി ഉണ്ട്, ടൂറിസത്തിന് വലിയ പോസിബിലിറ്റി ഉണ്ട്, സ്പിരിച്വൽ പിൽഗ്രിമേജസിന്റെ വലിയ പോസിബിലിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൾച്ചർ ഷോക്കേസ് ചെയ്യുന്നതിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്യുന്നത് ആർക്ക് ചെയ്യാം? ഇത് സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ മീഡിയയിലെ ഏജാണ്. ഇതെല്ലാം ലോകത്തിന് അറിയിച്ചാൽ മാത്രമല്ലേ. നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ കാക്കാ തെരുവിനെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നാഷണൽ ജോഗ്രഫി കേരളത്തിൽ വന്നോ. ഇത് പോസിറ്റീവാണ്, ഇല്ലാത്ത കാര്യം പറയില്ല. പക്ഷേ ഉള്ള കാര്യം ഹൈലൈറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അവയർനെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ലഭിക്കുന്നില്ല. എങ്ങനെയാണ്, എപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? ഞാനൊരു സോളിഡ് ഉദാഹരണം പറയാം. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ പോയിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അതായത് രാവിലെ പുള്ളി 10 to 12 എന്തോ അവർക്കൊരു വർക്കും സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ലീവ് എടുത്ത് ഉച്ചയ്ക്ക് പുള്ളിക്ക് ഒരു പാഷൻ ഓഫ് ടീച്ചിങ്ങും ഉണ്ട്. അപ്പം അതിനവർക്ക് കുറച്ച് ശമ്പളവും കുറവുണ്ട്. നമുക്ക് ഇവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ക്ലാസ് ഉണ്ട്. പുള്ളി ഇൻഡസ്ട്രി പഠിക്കുന്ന ലൈവ് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ 100 വർഷം മുമ്പ് 70 വർഷം എന്ത് പറ്റിയെന്നല്ല. നമ്മുടെ പുസ്തകങ്ങളെല്ലാം നല്ലൊരു ശതമാനം നോക്കിയാൽ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഏത് വിഷയം പഠിപ്പിച്ചാലും ചരിത്രമാണ്. ഫിസിക്സ് പഠിച്ചല്ലേ ഡാന? ഫിസിക്സ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ? 100 വർഷം മുമ്പ് ഉണ്ടായ തിയറി. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ചരിത്രമാണ്. അത് ആരുടെയും കുറ്റമല്ല, ഫിസിക്സിന്റെ ചരിത്രമാണ്. അത് അറിയണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ പ്രശ്നം ഇന്നത്തെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് എന്താ? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഈ അപ്ഡേറ്റഡും അപ്ഗ്രേഡഡും ആകുന്നില്ല. പുതിയ ഡിമാൻഡ് എന്താ? ടെക്നോളജി ഓരോ 2-3 വർഷം മാറുകയാണ്. ഇപ്പം ഞങ്ങൾ ലൈവായിട്ട് സംഭവം പറയാം. നമ്മുടെ കമ്പനിയിൽ 50,000 to 60,000 റുപ്പീസിന് ഒരു കോണ്ടന്റ് റൈറ്റർ, 50,000 രൂപ 60,000 രൂപ കൊടുത്തൊരു കോണ്ടന്റ് റൈറ്റർ എടുക്കാൻ തീരുമാനിച്ചു. നല്ല കോണ്ടന്റ് റൈറ്റേഴ്സിനെ കുറേ നോക്കി. നമ്മൾ അവസാനം ഡൽഹിയിൽ നിന്ന് ഒരാളെ നോക്കി, ബോംബെയിൽ നിന്ന് ഒരാളെ നോക്കി. അപ്പോഴാണ് ChatGPT വന്നത്. അപ്പോൾ ഈ ChatGPTയും 1-2 മണിക്കൂർ എന്റെയോ പ്രവീണിന്റെയോ ആണെങ്കിൽ ആ കോണ്ടന്റ് റൈറ്ററിന്റെ കാര്യമായി. ഇയാളെ ഇതിന് കൊടുത്ത് നിർത്തണ്ട. അതായത് പണ്ട് ഞാൻ മാത്രം ഒരു ആർട്ടിക്കിൾ എഴുതായിരുന്ന നല്ല ബ്രെയിൻ പവർ ഉപയോഗിച്ച് റിസർച്ച് ഉപയോഗിച്ച് 1.5 ദിവസം എടുക്കും. അപ്പൊ എനിക്ക് 1.5 ദിവസം സ്പെൻഡ് ചെയ്യാനില്ല. പകരം എനിക്കൊരു 1.5 മണിക്കൂർ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ 50,000 രൂപയുടെ ജോലി ഇല്ലാതായി. ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ജോലി കാര്യങ്ങളില്ല. നാളെ വേറെ എന്തെങ്കിലും ടെക്നോളജി വരും. ഇപ്പൊ ഡിസൈനേഴ്സ് പലപ്പോഴും ഉണ്ട്. ഇപ്പം ഡിസൈനേഴ്സ് നോക്കണ്ട. ഇപ്പൊ ChatGPT തന്നെ ഡാലി ഉണ്ട്, നമ്മുടെ ക്യാൻവയുടെ പിക്ചർ മേക്കർ, ഒരുപാട് ഇതുപോലെ സാധനങ്ങൾ. ഇപ്പം വളരെ ലോ എൻഡ് നിൽക്കുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഒക്കെ. ഇത് വെച്ച് ഒരു മനുഷ്യന് നിർമ്മിക്കാൻ സാധ്യമായ അപ്പുറമുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പൊ എങ്ങനെയാണത്? ഇനി നാളെ ഞങ്ങൾ ട്രാൻസ്ലേഷൻ, നിങ്ങൾ തമിഴ് ഹിന്ദിയിലേക്ക് നമ്മുടെ കോണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കൊന്ന് ഹെയ്ഡൻ എന്നാണെന്ന് തോന്നുന്നു ആ ആപ്പിന്റെ പേര്. ഒരു ട്രാൻസ്ലേഷനും എഴുത്ത് വേറെ ഒന്നും ഷൂട്ടിങ് വേണ്ട. അത് അതേപോലെ കൊടുത്താൽ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്റെ വോയിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ലിപ്സിംഗും ഉണ്ട്. അത് നോൺ പെയ്ഡ് വേർഷനാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. ഓൾമോസ്റ്റ് ലിപ്സിംഗ്. അപ്പം പെയ്ഡ് വേർഷനിൽ അപ്പുറമായിരിക്കും. ഞങ്ങൾ ഹിന്ദി UP-യിലൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തതാ. അപ്പൊ എന്ത് മാറി? ട്രാൻസ്ലേറ്ററുടെ ജോലി മാറി, വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന ജോലി മാറി, എല്ലാം അതേപോലെ ചെയ്തു. ഇങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയെ അഡാപ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക. വി ഷുഡ് ബി റെഡി ടു ഇവോൾവ് ആൻഡ് ചേഞ്ച് ഇൻ എ വെരി ഫാസ്റ്റ് വേ. ഇല്ലെങ്കിൽ വി വിൽ ബി ഔട്ട്ഡേറ്റഡ്. കാലത്തിന് നിൽക്കൂല, കാലം മുമ്പോട്ട് പോകും, നമ്മൾ ബാക്ക് പോകും. എന്നിട്ട് ഒരു കാര്യം, ഈ എന്താ അക്കാഡമി ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്ന് പറയുന്ന കാര്യം ഈ അപ്ഡേറ്റിന്റെ ഗ്യാപ്പാണ്. അപ്പൊ അവിടെയാണ് എനിക്ക് സഫീർജി പറഞ്ഞ ഏറ്റവും രസകരമായി തോന്നിയ കാര്യം. സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും മോർണിംഗ് ഒരു 8-ന് തുടങ്ങുകയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ അവരുടെ സിലബസ്, പഠിക്കുന്ന കാര്യങ്ങൾ, എക്സാം, അതെല്ലാം നല്ലതാണ്. അതെല്ലാം അതേപോലെ പോട്ടെ. അതിൽ യാതൊരു ഇന്റർവെൻഷനും ഇന്റർഫിയറൻസും ഇല്ല. പകരം 1 to 3 1 to 2 1 to 3:30 ഇതേപോലെ ഇൻഡസ്ട്രി കണക്ട് ചെയ്ത കാര്യങ്ങൾ അവർ ലൈവായി പഠിക്കും. അവർ ലൈവായി പഠിച്ചാലല്ലേ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂ. ഇനി പല കമ്പനീസും ചെയ്യുന്നത് എടുത്തിട്ട് ഓൺ ബെഞ്ച് എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഓൺ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം നമുക്ക് ട്രെയിനിങ് തരും, നമുക്ക് ശമ്പളമൊക്കെ തരും. ട്രെയിനിങ് നമ്മൾ 2,200 പേരെ, ഞാൻ മുമ്പത്തെ ടെക്നോ പാർക്ക് കമ്പനി വർക്ക് ചെയ്യും, 2,200 ആൾക്കാരെടുത്ത് ബെഞ്ച് ഇരുത്തും. ഇവരൊരു 3 മാസം കഴിഞ്ഞ് ഇൻഡസ്ട്രി റെഡി ആവും. അപ്പം ഇത്രയും നാളത്തെ ശമ്പളം ഇത് എനിക്ക് കോളേജിൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് ഓൾറെഡി റെഡിയായ കുട്ടികളെ കിട്ടും, സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ റെഡിയായ കുട്ടികളെ കിട്ടും. അപ്പൊ ഇത് ചിന്തിച്ച് നടക്കുമെന്ന് വിശ്വസിച്ച് ഇതിന് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാകുമ്പോൾ
ഇതെല്ലാം പോസിബിൾ ആണ്. അതെ, ഇപ്പോഴത്തെ യൂത്ത് നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നാണ്. ഇപ്പോൾ അഭിരുചിയുള്ള മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ വരും. ശരിക്കും ഇതൊരു ഡിസിഷൻ പാരലൈസ്. ഒന്ന്, ഈ ലേബർ മാർക്കറ്റ് ഇൻഫർമേഷൻ കൃത്യമായി അപ്ഡേറ്റഡ് ആകണം. അതായത് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, ആ ജോലി സാധ്യതകൾ ഫാസ്റ്റായി മാറുകയാണ്. ഇപ്പം നമ്മൾ പാരീസിനെ കുറിച്ച് തമാശ പറയും. പാരീസ് ഫാഷൻ ഞാനൊക്കെ പോയിട്ടുണ്ട്, പാരീസ് ഫാഷൻ വീക്കിന് പോയിട്ടുണ്ട്. അവിടെ പാരീസിൽ ആഴ്ച തോറും ഫാഷൻ മാറും, അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഫാഷൻ മാറും. ഒരു ട്രെൻഡ് അത്ര പെട്ടെന്ന് മാറി വരും. അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് ഇന്നൊരു ഇതിനെ കൃത്യം വാക്കെന്ന് പറഞ്ഞാൽ ഗിഗ് എക്കോണമി എന്നാണ് ഇതിനെ പറയുക. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗിഗ് എക്കോണമി മോഡലിലാണ്. പഴയ രീതി നമ്മുടെ അച്ഛൻ അമ്മ ഒക്കെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി വർക്ക് ചെയ്യുന്ന പോലെ 25-ാം വയസ്സിൽ കയറി 66-ാം വയസ്സ് വരെ നിൽക്കുകയല്ല. പഴയ രീതി അല്ലിന്ന്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വേൾഡ് മാറി. അപ്പൊ അതിന് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് പെർമനൻസി ഇല്ല. അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോബ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ആൻഡ് ഇവോൾവ് ആണ്. യു ഹാവ് ടു ബി കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ്. ലിങ്ക്ഡിൻ അടക്കമുള്ള സ്പേസുകൾ നിങ്ങൾ എപ്പോഴും നിൽക്കുകയും അതിന്റെ പോസിബിലിറ്റിയും വേണം. ഇന്ന് ലിങ്ക്ഡിൻ ഹയറിംഗ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആണ്, കൂടുതൽ വരും. കുട്ടികൾക്ക് അതിന്റെ പ്രൊഫൈൽ ഉണ്ടാകണം. പ്ലീസ് റിമെമ്പർ ദിസ് ഗോൾഡൻ റൂൾ. ഇന്ന് ആരും കാര്യങ്ങൾ കൃത്യം പറഞ്ഞാൽ ബ്രാൻഡിങ്ങിന്റെ ഭാഷയെ പറഞ്ഞാൽ തിങ്സ് ആർ നോട്ട് സോൾഡ്, തിങ്സ് ആർ ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആരും വിൽക്കുകയല്ല, പകരം ആൾക്കാർ കാര്യം വാങ്ങുകയാണ്. എങ്ങനെയാണ്? പുതിയൊരു കാർ മേടിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പം സെയിൽസ്മാനെക്കാട്ടി അറിവോടുകൂടിയായിരിക്കും നമ്മൾ ചെല്ലുന്നത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു പ്രീ കൺസീവ് നോഷനുമായിട്ടാണ് വരുന്നത്. ഇന്നലെ ലൈഫോളജിയിൽ പ്രതാപ് മുരുകൻ IAS, നമ്മുടെ തമിഴ്നാട്ടിലെ 21st IASന് 21st റാങ്ക് കിട്ടിയ തമിഴ്നാടിന് ടോപ്പറാണ് വന്നത്. വന്ന ഉടനെ ആദ്യം എന്നോട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വിക്കിപീഡിയ വായിച്ചു. നല്ലതാണോ ചീത്തയാണോ ദൈവത്തിന് അറിയാം. എന്തായാലും പുള്ളി വായിച്ചു വന്നു. എനിക്ക് ഇതെല്ലാം ചോദിച്ചു മാറ്റാൻ പറ്റൂലല്ലോ. എനിക്കിനി ഇതെല്ലാം ഇങ്ങനെയാണോ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ധാരണ എന്ന് ചോദിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് പുള്ളി എന്നെ കുറിച്ച് ഭയങ്കര ഫിലോസഫി അറിവുള്ള ആളെന്നൊക്കെ കഴിഞ്ഞു. കുറച്ച് എന്തോ പറഞ്ഞു, ആ ബിഗ് ബോസിൽ ജയിച്ചിരുന്നില്ല, എനിക്കറിയാം, ഞാൻ വായിച്ചു. ഞാൻ സാർ ബിഗ് ബോസ് ജയിച്ചു, അത് മാത്രമല്ല ഞാൻ 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ബാക്കി കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ആരോ അത് ജയിച്ചു എന്നാണ്. അപ്പം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം ഗൂഗിള്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കണ്ടിന്യൂസ്ലി ഇതിന്റെ ഒരു പ്രോളിഫറേഷൻ ആണ്. നാളെ വേറെ എന്തെങ്കിലും ആകാം. ഓർക്കുട്ട് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പണ്ട് ഓർക്കുട്ടായിരുന്നു നമ്മുടെ എല്ലാം തരംഗം. ഓർക്കുട്ടിന് എന്ത് പറ്റി? അപ്പൊ മരിച്ചു പോയി. ഇനിയിപ്പൊ ഫേസ്ബുക്ക് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ്, നാളെ സ്നാപ്ചാറ്റ് വരാം, വേറെ എന്തെങ്കിലും വരാം. ഇത് കണ്ടിന്യൂസ്ലി മാറും. അതുകൊണ്ട് ഓർക്കുട്ട് മാറി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഓർക്കുട്ട് എന്നിട്ട് കാര്യമുണ്ടോ? അതാണ് നമ്മൾ പലരും ചെയ്യുന്നത്. എനിക്ക് ഓർക്കുട്ട് ഇഷ്ടമാണ്, എനിക്ക് ഓർക്കുട്ടി ഒരുപാട് ഫോളോവേഴ്സ്, എന്താ പറയുക, സ്ക്രാപ്പ് ബുക്കും 1000 ഫോളോവേഴ്സും അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. എനിക്ക് ഓർക്കുട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഗൂഗിളിന്, അതായത് ഓർക്കുട്ട് അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബിങ് എന്നൊരു സാധനം ഉണ്ട്, അത് ഓർമ്മയുണ്ടോന്നില്ല, അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. സക്കർബർഗ് മെറ്റയ്ക്ക് വേണ്ടി 15,000 ആൾക്കാരെ എടുത്തിട്ടപ്പം പ്രോജക്ട് ക്ലോസ് ഡൗൺ ചെയ്തു. സക്കർബർഗിന് ഇത് എൻവിഷൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് തെറ്റുകൾ പറ്റില്ലേ? മാർക്ക് സക്കർബർഗിന് പറ്റിയില്ല. ഈ ചാറ്റ് ജിപി ഇപ്പം ഗൂഗിള് സുന്ദർ പിച്ചായിക്കൊക്കെ അവരുടെ ബിങ് ആണെന്ന് തോന്നുന്നു, ഗൂഗിളിന്റെ ബിങ് ഒക്കെ റോൾ ഔട്ട് ചെയ്യുന്നതിന് പരാജയം ഉണ്ടായെന്ന് പറഞ്ഞു. സുന്ദർ പിച്ചായിക്കും മാർക്ക് സക്കർബർഗിനും വരെ തെറ്റുന്നു, പിന്നെ നമ്മൾ തെറ്റുപറ്റായിരിക്കും. സോ ഡൂ മോർ. ഏതെങ്കിലും 1-2 ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടും നമ്മുടെ അനുഗ്രഹം കൊണ്ട് ശരിയാവും. അതിൽ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യുക, അത് വീണ്ടും വളരുക. ദാറ്റ്സ് ദി ഓൺലി വേ ഹെഡ്. സഫീർ സർ, ഇപ്പോൾ സംരംഭകരാകുക എന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുമെങ്കിലും സാലറിഡാണ് സേഫ്, അല്ലെങ്കിൽ ഒരു നല്ല ശമ്പളം ഉണ്ടെങ്കിൽ അത് മതി, ഗവൺമെൻറ് ജോബാണെങ്കിൽ അത്രയും നല്ലത് എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ രീതി നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഓൺടർപ്രണർഷിപ്പ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിലവിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ഇപ്പൊ ടാൽട്രോപ്പി എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിന്റെ കാര്യം പറയുമ്പം 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. അത് ചില ആളുകൾ പറയും ഇത് ഇവിടെ പെർഫെക്റ്റ് ആണ്, എല്ലാവരും കേരള മോഡൽ എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, അപ്പൊ എന്തിനാണ് ഇതിന്റെ അകത്ത് നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പറ്റേ മോശമെന്നോ അല്ലെങ്കിൽ ഇത് ഒന്നും കൊള്ളാത്തതെന്നോ അല്ല. ഒരു 90% നമ്മുടെ സിസ്റ്റം പെർഫെക്റ്റ് തന്നെയാണ്. ഒരു 10% ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ട് സൂപ്പർബാണ്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അകത്ത് ഒരു തുള വീണാൽ നമ്മൾ മുങ്ങി മരിക്കും എന്ന് പറയും പോലെയാണ്. ആ തുള അടച്ചിട്ട് തന്നെ പോകണം എന്ന് പറയും പോലെ. അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, പകരം അതിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ വേണം. എന്തൊക്കെയാണോ പ്രോബ്ലംസ്, എന്തൊക്കെയാണോ ഫിക്സ് ചെയ്യപ്പെടേണ്ടത് അത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പിന്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ എന്തുകൊണ്ട് ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. ഒരു ക്ലറിക്കൽ ജോബിന്റെ ആസ്പെക്റ്റിലാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ക് കാര്യങ്ങൾ എഴുതാനും കൂട്ടാനും ഒക്കെ പഠിപ്പിക്കണം, ഫോളോ അപ്പ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു റിസ്ക്
റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് തരുന്നില്ല. പലപ്പോഴും നമുക്ക് ക്ലാസ് റൂമിൽ കിട്ടുന്ന ഉപദേശം എന്തായിരിക്കും, അറിഞ്ഞൂടാത്ത കാര്യം എന്തിനാ ചെയ്യാൻ പോണത്, അറിഞ്ഞൂടാത്ത കാര്യം എന്തിനാ പോകണം. അപ്പൊ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം, സപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി സംവിധാനമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാം. അപ്പൊ ഈ ജോബ് ക്രിയേഷനാണ്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓൺടർപ്രണർഷിപ്പിൽ. അപ്പൊ ഓൺടർപ്രണർഷിപ്പ് ചില ആളുകൾ തീരുമാനിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാലോ എന്നുള്ളതാണ്. സത്യത്തിൽ ഒരിക്കലും ലീവ് എടുക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ് ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ റിസ്ക് എലമെന്റ്സ് കാര്യങ്ങൾ വിചാരിച്ചിട്ട് മുമ്പ് പല അച്ഛനിപ്പോ എന്ത് ചെയ്തു, ഒരു ബിസിനസ് ചെയ്തു നോക്കി, ഫെയിലായി, കടം കയറി ആകെ നിന്നു, പിന്നെ എന്തൊക്കെയോ ജോബ് ചെയ്തൊക്കെയാണ് വീട്ടിൽ. ഈ എക്സ്പീരിയൻസ് ഉള്ള വീട്ടില് അമ്മ ഒരിക്കലും മോൻ എന്ത് ചെയ്യില്ല, ഓൺടർപ്രണർ ആകണമെന്ന് പറയുമ്പോഴേ, എനിക്കൊരു ബിസിനസ് എടുക്കണമെന്ന് പറയുമ്പോഴേ നീ അച്ഛനെ പോലെ ആവാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, പിന്നെ ഭയപ്പെടുത്തും. അപ്പൊ ഇതിങ്ങനെ വരുന്നു, റിസ്ക് എലമെന്റ് ഉണ്ട്. മറ്റേതാകുമ്പോൾ സേഫ് ആയിട്ടൊരു എമൗണ്ട് കിട്ടും, അതിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങളെ കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സമ്മതിക്കാത്ത വിധം നമ്മൾ എന്ത് ചെയ്യും, അവരെ താഴ്ത്തി കൊണ്ടുവരും. കാര്യം റിസ്ക് എടുക്കരുത്, റിസ്ക് എടുക്കുന്നത് എന്തൊരു അപരാധമാണ് എന്നുള്ളൊരു സംവിധാനത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, താഴ്ത്തും. ഇത് സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ വരുന്നതാണ്. അത് പാരന്റ്സിനൊക്കെ അത് ഭയങ്കര ടെൻഷൻ ഉള്ളതാണ്. സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ പരാജയം എന്നുള്ളത് ഒരു അപരാധമാണ്, തെറ്റാണ്. ഓക്കെ, ഈ പരാജയപ്പെടാൻ പാടില്ല. ഒരാൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവർ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മാറണം എന്നുള്ളതാണ്. ഈ പരാജയം എന്നല്ല, ഒരാൾ 10 പേർക്ക് ജോബ് കൊടുക്കാൻ ഇറങ്ങുമ്പോൾ അതിന് നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണം. 100 പേർക്ക് ജോബ് കൊടുക്കുന്ന ആളാണ്, 1000 പേർക്ക് ജോബ് കൊടുക്കുന്ന ആളാണ്. അയാൾ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളത് സമൂഹത്തിന്റെയും കൂടെ ആവശ്യമാണ്. അപ്പം പലപ്പോഴും നമ്മളിപ്പം തൊഴിലാളി സമരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംവിധാനം, ഈ മുതലാളി എന്നുള്ള ഒരാളുടെ അവസ്ഥയുണ്ട്. അപ്പൊ ഇവർക്ക് ഈ 1000 ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് അയാള്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഈ സ്ഥാപനം നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ 1000 ഫാമിലിക്കും ബുദ്ധിമുട്ടാണ്, ഇദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ആവശ്യമാണ്. ഈ മുതലാളി നല്ല രീതിക്ക് നിൽക്കേണ്ടത് തൊഴിലാളികളുടെയും ആവശ്യമാണ്. ഇതൊരു കൾച്ചറായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, രൂപപ്പെട്ടു വരണം. ആ കൾച്ചറായിട്ട് രൂപപ്പെട്ടു വരണമെങ്കിൽ എക്സാക്ട്ലി നമ്മൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് സൊസൈറ്റിയിലേക്ക് കൊടുക്കണം. ഒരാളുടെ ചിന്താഗതി നമ്മൾ മാറ്റണം. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നീഡാണെന്നും ഈ സൊസൈറ്റിയുടെ ആവശ്യമാണെന്നും നമുക്ക് എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയണം. അപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ആ റെസ്പോൺസിബിലിറ്റി, ഓക്കെ ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം, ഞാനത് എടുക്കാം എന്ന രീതിയിലേക്ക് വരണം. അതായത് നമ്മൾ പറയണം, ഇത്രയും ആളുകൾ ഇവിടെ ജോബ് അന്വേഷിച്ച് വരും, അപ്പൊ ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആളുകൾ വന്നില്ലെങ്കിൽ എന്താവും, ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന് ചോദിക്കണം. ടീച്ചേഴ്സ് ചോദിക്കണം ക്ലാസ് റൂമിൽ. അപ്പം പറയാം, ഞാൻ ടീച്ചറെ ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് തോട്ടാണ് വരേണ്ടത്. ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു തോട്ടാണ് വരേണ്ടത്. ഒരിക്കലും അതൊരു ഈസി ആയിട്ടൊരു ലൈഫ് ആയിരിക്കില്ല. അത് കുട്ടിക്കാലത്തെ കുട്ടികളിൽ അത് തയ്യാറെടുക്കണം. ഇപ്പൊ ഫാമിലിയുടെ പലപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് മൂത്ത ജ്യേഷ്ഠനൊക്കെ ഏറ്റെടുക്കും. അയാൾക്കത് സിമ്പിൾ ആണെന്നോ അല്ലെങ്കിൽ അത് ഈസി ആണെന്നോ അറിഞ്ഞിട്ടല്ല, ഞാനത് ഏറ്റെടുക്കേണ്ടതാണ്, ഇത് എന്റെ കുടുംബമാണ് എന്നൊരു തിരിച്ചറിവിലാണ് അവർ ഏറ്റെടുക്കുന്നത്. അതേ ഒരു മൈൻഡ് സെറ്റ് ആണ് സത്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഓൺടർപ്രണർഷിപ്പിന് കൊണ്ടുവരേണ്ടത്. അപ്പൊ റിസ്ക് എടുക്കാൻ ഓക്കെ ഈസി അല്ല, എന്റെ ജേർണി ഈസി അല്ല, ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാവും, ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യണം, സ്ട്രഗിൾ ചെയ്ത് അതിജീവിച്ച് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ഓൺടർപ്രണേഴ്സിനോട് പറയുന്ന സംവിധാനം എന്താണ്, ഓക്കെ നിങ്ങൾ എടുത്തേക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ എപ്പോഴാണ് പരാജയപ്പെടുന്നത്, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന ദിവസമേ നിങ്ങൾ പരാജയപ്പെടുന്നുള്ളൂ. അതുവരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല, അതുവരെ കിട്ടുന്നതൊക്കെ എക്സ്പീരിയൻസ്, ലേണിംഗ് ആണ്. ഓക്കെ, ഒരു ആളുകൾ പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല, അതൊരു ലേണിംഗ് ആണ്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇന്ന മിസ്റ്റേക്സ് ഉണ്ടായി, അത് ഫിക്സ് ചെയ്ത് ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാവും, അത് ഫിക്സ് ചെയ്ത് പോവാം. എപ്പോഴാണ് തോൽക്കുന്നത്, പിന്തിരിഞ്ഞു പോകുമ്പോഴാണ്. ഈ ഒരു മനോഭാവം നമുക്ക് എന്ത് ചെയ്യണം, കോളേജിലെ വിദ്യാർത്ഥികൾക്കേ കൊണ്ടുവരണം. ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് അവരോട് പറയണം. കുറെ സ്ട്രഗിളിങ് ഉണ്ടാവും എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്താൽ. അപ്പൊ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്യൂർലി മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, അയാൾ ഒന്നിലും മാസ്റ്റർ ചെയ്യേണ്ടതില്ല, ഒരു ഓൺടർപ്രണർ ഒന്നിലും മാസ്റ്റർ ചെയ്യേണ്ടതില്ല. എല്ലാം എന്താണ് എന്ന് അറിഞ്ഞിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായത്, ടാലന്റുകളെ കറക്റ്റ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ആ ഓണർഷിപ്പ്, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരെയാണ് നമ്മൾ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അതൊരു കൾച്ചറായിട്ട് രൂപപ്പെട്ട് വരുമ്പോൾ അതങ്ങ് ശരിയാവും. സാർ എങ്ങനെയാണ് ആ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തത്? കാരണം വർഷങ്ങൾക്ക് മുൻപ് ഒരു എത്തിക്കൽ ഹാക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വിദേശ കമ്പനികളിൽ നിന്ന് ഏകദേശം ദശലക്ഷത്തോളം സാലറി ഓഫർ ചെയ്തുകൊണ്ട് വലിയൊരു ഓഫർ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അന്ന് ചൂസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ സാലറി അല്ല, പക്ഷേ ഓൺടർപ്രണർഷിപ്പ് ആണ്. എങ്ങനെയാണ് സാറിന്? അല്ല, ഞാൻ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊരു 1ാം ക്ലാസ്സിലെ ഒരു ഓൺടർപ്രണർ ആണെന്ന് പറയും. ചെറിയ നെല്ലിക്ക കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പല ഓഫറുകളും വരുമ്പോഴേക്കും ആ ഓഫറിൽ നിന്ന് 2ാം ഘട്ടം നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല. അവർ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ഓഫറുകൾ വരുമ്പോഴും ഓരോ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോഴും റീസെന്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ആസ്ഥാനം മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ 2ാമതൊരു ഡിസ്കഷൻ പോലും നമ്മൾ ഇന്നേ ഒരു ഓപ്പൺ ചെയ്തിട്ടില്ല. കാര്യം ഒന്ന് നമ്മുടെ ലോങ് ടൈം മൈൻഡ് സെറ്റ് ആണ്. കാര്യം ലോങ് ടൈം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2030 ഇപ്പൊ 2015 ടാൽറോപ്പ്
ഇറങ്ങുമ്പോൾ കേരളം ഒരു സിലിക്കൻ വാലി മോഡലിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ 2030 സെറ്റ് ചെയ്തത്. അപ്പോൾ 2030 വരെ ഒരു 15 വർഷം വേണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു രസമുണ്ട്, ഓൺടർപ്രണർഷിപ്പിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരു ഫാമിലിയിൽ ഒരു പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 10 ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊരു രസമാണ്. കാര്യം എന്താണ്, നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ആസ്വദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ റിസ്ക് എലമെന്റ്സുകൾ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവണം അതൊരു തിയറിയാണ്. നമുക്കറിയാം ഈ റിസ്ക് ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഓക്കെ, ഇന്ന പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഹാർഡ് ആയിരിക്കുമെന്ന് അറിയാം, എല്ലാം ഈസി ആയിട്ട് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല എന്നറിയാം. അപ്പൊ അതൊരു മൈൻഡ് സെറ്റ് ആയിട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തോന്നും എന്താണ് ഇവരെന്തോ ഭയങ്കര ഇത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇത്രയും രാവുപകലില്ലാണ്ട് ചെയ്യുന്നുണ്ട്, സാറ്റർഡേ ഇല്ല സൺഡേ ഇല്ല എന്ന് തോന്നും. പക്ഷെ ചെയ്യുന്ന ആൾക്കാർ ഫീൽ ഇല്ല. കാര്യം നമുക്കിനി ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്ന കണക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് തോന്നൽ വരുന്നത്. അപ്പൊ ഒരു മൈൻഡ് സെറ്റാണ്. അതിപ്പം എന്റെ കാര്യം മാത്രമല്ല, ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള എല്ലാവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, അത് ഒരു സമയത്ത് അവരുടെ ആ മൈൻഡ് സെറ്റ് അങ്ങ് രൂപപ്പെട്ടു. അവിടെ മുതൽ അവർ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ വേറൊരു സംവിധാനമാണ്, വേറൊരു രീതിക്കാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ ഓൺടർപ്രണർഷിപ്പിലേക്ക് എത്തിപ്പെട്ടത്. എൻ്റെ ഒരു ഉദാഹരണമേ, നമ്മുടെ ഗുജറാത്തിലൊക്കെ പോയി ബനിയ കൾച്ചർ കാണാം. അംബാനിമാരൊക്കെ എങ്ങനെയാണ്, ഈ ബനിയ എന്ന് പറഞ്ഞാൽ വൈശ്യ എന്നൊക്കെ വിളിക്കുന്ന സമുദായമാണ്. അതേപോലെ നമ്മുടെ ഇപ്പോൾ ഗുജറാത്തീസ് തന്നെ US പോയാൽ അവിടെ പട്ടേൽസ് ഒക്കെയാണ് മോട്ടൽ ചെയിൻസ് മുഴുവൻ നടത്തുന്നത്. സിഖുകാർക്ക് വലിയൊരു ഇൻഫ്ലുവൻസ്. അപ്പോൾ അതൊരു കൾച്ചറാണ് ശരിക്കും. മൈൻഡ് സെറ്റ് എന്നോ ഇംഗ്ലീഷിൽ പാരഡൈം, പരിപ്രേക്ഷ്യം എന്നോ ഒക്കെ പറയുന്ന ആ പാരഡൈം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 25 വർഷങ്ങളിലെ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനമായ വാക്ക് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന വാക്കാണ്. 1977 തോമസ് കുഹനാണ് സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻസ് എന്ന പുസ്തകത്തിൽ യൂസ് ചെയ്യുന്നത്. അതായത് അടിസ്ഥാന മാറ്റം, സീ ചേഞ്ച്, അതാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വിൽ ബി സ്റ്റക്ക് ദെയർ. ഈ ജോലി, അതായത് നമുക്ക് പലപ്പോഴും ഗവൺമെന്റിനടക്കം 3%, 4% ഒക്കെ ഗവൺമെന്റ് ജോലികളുള്ളൂ. ബാക്കി എല്ലാം ഈ പ്രൈവറ്റ് മേഖലയ്ക്കല്ലേ ഇത് ഫില്ല് ചെയ്യാൻ കഴിയൂ. ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഗ്രേറ്റ്നെസ്സിനുള്ള പോസിബിലിറ്റിയും ഉണ്ട്, അൺലെസ് യു ആർ വില്ലിംഗ് ടു ടേക്ക് ദ പ്ലഞ്ച്. അതാണ് അതിലെ പ്രശ്നം. ആ വില്ലിംഗ് ടു ടേക്ക് ദ പ്ലഞ്ച് ഇല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു മിസ് ഔട്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും എന്താ, ബ്രിട്ടീഷുകാർ തുടങ്ങിയത് ക്ലർക്സിനെ ഉണ്ടാക്കാനാണ്. അത് ആരുടെയും തെറ്റല്ല, ബ്രിട്ടീഷുകാർക്ക് അന്ന് ക്ലർക്കിനെ വേണമായിരുന്നു. അപ്പൊ അവര് കേട്ട് നന്നായിട്ട് എഴുതണം, ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതണം. അതാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനാണ് ആ സാധനം ചെയ്യുന്നത്. അതിനപ്പുറം ഉള്ള കാര്യങ്ങളുടെ പ്രോബ്ലം സോൾവേഴ്സ്. ഒറ്റ വരി പറഞ്ഞാൽ വാട്ട് ഡു വി നീഡ് പ്രോബ്ലം സോൾവേഴ്സ്. എന്താണ്, ആൾക്കാർക്ക് പ്രശ്നമുണ്ട്, സമൂഹത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നവരാണ് നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സോഷ്യൽ ലീഡേഴ്സ്. ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ട്, അതായത് സമൂഹത്തിലൊരു പ്രശ്നത്തിന് ഒരു മോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് കമേഴ്ഷ്യലൈസേഷൻ കൊണ്ടുവരുന്ന ആരാണ് നല്ല ബിസിനസ് ലീഡർ. ഇങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആരാണോ, നമുക്ക് മാലിന്യ പ്രശ്നം വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ കേരളത്തിൽ. മാലിന്യ പ്രശ്നം ആര് ചെയ്യുന്നു, അതിന് നല്ലൊരു എക്കോണമി മോഡൽ ഉണ്ടാക്കുന്നു, അയാളാണ് നല്ലൊരു ബിസിനസ് ലീഡർ. ഇങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ആ പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ട് നമ്മുടെ കുട്ടികൾ മാറണം. അതാണ് എൻ്റെ കോർ. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. This is Reporter News Network.